Welcome to RB Vlogs for everything. Please watch and subscribe, like and share to improve our creativity. Let's start. സായിബാബയുടെ തിരോധാനത്തിന് ശേഷം ഷിർദിയിൽ തിരിച്ചെത്തിയതെങ്ങനെയെന്ന് ഞാൻ ഇപ്പോൾ വിവരിക്കും. തൂബ് എന്ന ഗ്രാമത്തിൽ ചാന്ദ് പാട്ടീൽ എന്ന ധനികനായ ഒരു മുസ്ലിം മാന്യൻ താമസിച്ചിരുന്നു. ഔറംഗാബാദിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹത്തിന്റെ മാർ നഷ്ടപ്പെട്ടു. 2 മാസത്തോളം ശുഷ്കാന്തിയോടെ തിരച്ചിൽ നടത്തിയെങ്കിലും നഷ്ടപ്പെട്ട മാലയെ കണ്ടെത്താനായില്ല. വളരെ നിരാശനായി അയാൾ ഔറംഗാബാദിൽ നിന്ന് മുതുകിൽ ഒരു സാഡിലുമായി മടങ്ങി. ഏകദേശം 12 മൈൽ നടന്നപ്പോൾ അവൻ ഒരു മാമ്പഴത്തിന്റെ അടുത്തെത്തി. അതിനിടയിൽ വിചിത്രനായ ഒരാൾ ഇരിക്കുന്നു. തലയിൽ ഒരു തൊപ്പിയും ഒരു നീണ്ട മേലങ്കിയും ധരിച്ച് ഒരു ചെറിയ വടിയും അരികിൽ ഉണ്ടായിരുന്നു. അവൻ ഒരു പൈപ്പ് വലിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ചന്ദ് പാട്ടീൽ കടന്നുപോകുന്നത് കണ്ട് അയാൾ അവനെ വിളിച്ച് സിഗരറ്റ് വലിച്ചിട്ട് അല്പം വിശ്രമിക്കാൻ പറഞ്ഞു. ഫക്കീർ വീണ്ടും അയാളോട് സാഡിലിനെ കുറിച്ച് ചോദിച്ചു. അത് തന്റെ കുതിരയുടേതാണെന്നും കുതിര നഷ്ടപ്പെട്ടുവെന്നുമാണ് ചന്ദ് പാട്ടീലിന്റെ മറുപടി. അടുത്തുള്ള അരുവിയിൽ കുതിരയെ കണ്ടുപിടിക്കാൻ ഫക്കീർ പറഞ്ഞു. പാട്ടീലിനെ അമ്പരപ്പിച്ചുകൊണ്ട് അരുവിക്കരയിൽ മാരിനെ കണ്ടെത്തി. അപ്പോൾ ഈ ഫക്കീർ ഒരു സാധാരണ മനുഷ്യനല്ല, മഹാനായ സന്യാസിയാണെന്ന് മനസ്സിലാക്കി അവൻ മാരുമായി ഫക്കീറിന്റെ അടുത്തേക്ക് മടങ്ങി. ചിലിം, കളിമണ്ണ്, പൈപ്പ് പുകവലിക്കാൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ 2 കാര്യങ്ങളില്ല: പൈപ്പ് കത്തിക്കാനുള്ള തീയും പുക വലിച്ചെടുക്കുന്ന തുണി നനക്കാൻ വെള്ളവും. ഫക്കീർ തന്റെ തൂവാല എടുത്ത് നിലത്തേക്ക് ഇട്ടു. അതിൽ നിന്ന് കത്തുന്ന ഒരു തീക്കനൽ പുറത്തുവന്നു. അത് അദ്ദേഹം പൈപ്പിലിട്ടു. എന്നിട്ട് അവൻ തന്റെ വടി നിലത്ത് അടിച്ചു. ആ സ്ഥലത്ത് നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. തുണിയിൽ വെള്ളം നനച്ചു. വെള്ളം പിഴിഞ്ഞ് പൈപ്പിൽ ചുറ്റി. എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഫക്കീർ തന്റെ പൈപ്പ് പുകച്ച് ചന്ദ് പാട്ടീലിന് നൽകി. ഇതെല്ലാം കണ്ട് ചന്ദ് പാട്ടീൽ അമ്പരന്നു. തന്റെ വീട്ടിൽ വന്ന ആതിഥ്യം സ്വീകരിക്കാൻ അദ്ദേഹം ഫക്കീറിനോട് അഭ്യർത്ഥിച്ചു. പിറ്റേന്ന് ഫക്കീർ പാട്ടീലിന്റെ വീട്ടിൽ പോയി കുറച്ചു നേരം അവിടെ താമസിച്ചു. പാട്ടീൽ വെയിലിൽ വില്ലേജ് ഓഫീസറായിരുന്നു. ഭാര്യയുടെ സഹോദരന്റെ മകൻ വിവാഹിതനാകേണ്ടതായിരുന്നു. വധു ഷിർദിയിൽ നിന്നുള്ളവളായിരുന്നു. അങ്ങനെ പാട്ടീൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഷിർദിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തി. ഫക്കീറും ജാഥയിൽ അദ്ദേഹത്തോടൊപ്പം പോയി. ഒരു തടസ്സവുമില്ലാതെ കല്യാണം നടക്കുന്നു. പാർട്ടി സൂര്യപ്രകാശത്തിലേക്ക് മടങ്ങുന്നു. എന്നിരുന്നാലും ഫക്കീർ ഷിർദിയിൽ തിരിച്ചെത്തി എന്നേക്കും അവിടെ തന്നെ തുടർന്നു. ഘോഷയാത്ര ഷിർദിയിൽ എത്തിയപ്പോൾ ഭഗത് മഹൽസാബദിയുടെ വയലിലെ ഖണ്ഡോബയുടെ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ഇറങ്ങി. ഖണ്ഡോബ ക്ഷേത്രത്തിന്റെ തുറന്ന മുറ്റത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തു. ടീമംഗങ്ങൾ ഇറങ്ങി. ഫക്കീറും ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങി. യുവ ഫക്കീർ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് ഭഗത് മഹൽസാബദി പറഞ്ഞു, യാ സായബ്, സായിക്ക് സ്വാഗതം. മറ്റുള്ളവരും അദ്ദേഹത്തെ സായി എന്ന് അഭിസംബോധന ചെയ്തു. അതിനുശേഷം അദ്ദേഹം സായി ബാബ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. സായി ബാബയുടെ അർത്ഥം ഐ എന്നാൽ അമ്മ, ബാബ എന്നാൽ പിതാവ്. അതിനാൽ സായി ബാബ എന്നാൽ നിങ്ങൾ എന്റെ നിത്യപിതാവും അമ്മയുമാണ്. Please subscribe, like and share. RB Vlog.